ഭൂതപ്രേത പിശാചുകളെയെല്ലാം നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും ഓടിക്കുകയാണ് പതിവ്. അതായത് ബാധ ഒഴിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഹിമാചലിലെ ചില ഗ്രാമങ്ങളിൽ അല്പം വിചിത്രമാണ്. അവിടെയുള്ള ഗ്രാമങ്ങളിൽ ഇരുട്ടും വെളിച്ചവും കാറ്റും കടക്കാത്ത ഒരു മുറിയിൽ ഒരു മൺകുടത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില ചാത്തന്മാരുണ്ട്. ആ ചാത്തന്മാരെ അവർ വിളിക്കുന്നത് ഗൊല്ലൻ എന്നാണ്. ഈ ഗൊല്ലന്മാരെ അവർ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ഒരു മൺഭരണിക്കുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ അത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കത് വിചിത്രമായി തോന്നാം. ഈ ഗൊല്ലൻ എന്ന ചെറിയ ചാത്തന്മാർ അത് വെച്ചിരിക്കുന്ന യജമാനന് സ്വത്തും പണവും പദവിയും നൽകുന്നു എന്നായിരുന്നു വിശ്വാസം. എന്നാൽ അത് വെറുതെയല്ല. ആ ഗൊല്ലന്മാർക്ക് എല്ലാ അമാവാസികളിലും മനുഷ്യരക്തം ബലി നൽകണമായിരുന്നു. മനുഷ്യരക്തം ബലി നൽകാൻ ഒരു അമാവാസിയിലെങ്കിലും കഴിയാതെ പോവുകയാണെങ്കിൽ അടുത്ത ദിവസം ആ വീട്ടിലെ ഒരാൾ മരണപ്പെടുമായിരുന്നു എന്നായിരുന്നു അവർ വിശ്വസിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അമാവാസികളിലും അവർ ആ ചാത്തന്, ആ ഒരു മൺഭരണിയിലേക്ക് ആ ചാത്തന്, അതായത് ഗൊല്ലൻ എന്ന് പറയുന്ന ആ കുഞ്ഞു ചാത്തന് അവർ രക്തം നൽകുമായിരുന്നു. ഒരുപക്ഷെ ആ യജമാനൻ മരണപ്പെട്ടു പോയാലും ഈ ചാത്തന്മാർ അല്ലെങ്കിൽ ഈ ഗൊല്ലൻ സ്വതന്ത്രനാവില്ല. അടുത്ത ഒരു അവകാശി അവരെ ഏറ്റെടുക്കണം. അതും അമാവാസി നാളിൽ രക്തബലി നൽകി. ഒരുപക്ഷെ അവയെ ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും വിസമ്മതമുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ തന്നെ ആ വീട്ടിലെ ഓരോരുത്തരായി മരണപ്പെടുമെന്നാണ് അവിടെ വിശ്വസിച്ചു പോന്നിരുന്നത്. എത്ര വിചിത്രമായ കഥയല്ലേ? നിങ്ങൾ ഇതിനു മുന്നേ ഈ ഗൊല്ലൻ എന്ന് പറഞ്ഞ ഈ കുഞ്ഞു ചാത്തനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഉറപ്പായും കമന്റ് ചെയ്യണം.